PSC ശ്രീചിത്ര തട്ടിപ്പ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇന്നലെ മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. നിതിൻ, മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ നടപടിയുണ്ടായിരിക്കുന്നു, അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ 25-ാം തീയതി ഏലപ്പാറ സ്വദേശിയുടെ പരാതിയിൽ വാഗമൺ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ FIR ഇട്ട് പ്രതികളെ ചേർത്ത് കേസെടുത്തിരുന്നു. എന്നാൽ അതിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 25-ാം തീയതി മുതൽ നമ്മൾ ഇന്നലെയാണ് വാർത്ത പുറത്തുവിടുന്നത്. 10 ദിവസം എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അതായത് പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അതിന് പിന്നാലെയാണ് നമ്മൾ ഇന്നലെ വാർത്ത പുറത്തുവിട്ടത്. വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തിരിക്കുന്നത്. പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണത്തിനായിട്ട് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്കും കേസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ നിന്നുള്ളവർ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ ഈ പ്രതികളായവരിൽ 2 പേർ തിരുവനന്തപുരം സ്വദേശികളാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിരുന്നത്. രാജേഷ് എന്ന വ്യക്തിയും അതുപോലെ തന്നെ മറ്റൊരു ഈ 3-ാം പ്രതിയായിട്ട് വാഗമൺ പോലീസ് പേര് ചേർത്തിരിക്കുന്ന വ്യക്തിയും. അപ്പോൾ അത്തരത്തിൽ തിരുവനന്തപുരത്തേക്കും കേസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 2-ാം പ്രതിയായിട്ട് വാഗമൺ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് ബെന്നി പെരുവന്താനത്തെയാണ്. ബെന്നി പെരുവന്താനം എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അത്തരത്തിൽ പാർട്ടി പ്രവർത്തകരിൽ ഒരാളും കോൺഗ്രസിന്റെ ഭാരവാഹിയായിരിക്കെ ചില വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി അങ്ങനെ BJPയിലേക്ക് പോയ ബെന്നി പെരുവന്താനമാണോ? അത് തന്നെയാണ് അഭിലാഷ്, അത് തന്നെയാണ്. ആ ബെന്നി പെരുവന്താനം തന്നെയാണ് കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി ആയിട്ട് ഇടുക്കിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി. അന്ന് ഇത്തരത്തിൽ ഒരു കേസിൽ അകപ്പെട്ട് അത് പിന്നീട് BJPയിലേക്ക് മാറുകയായിരുന്നു. BJPയിൽ നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ബെന്നി പെരുവന്താനം. നിലവിൽ വാഗമൺ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നതിൽ 2-ാം പ്രതിയാണ്. കേസിൽ 2-ാം പ്രതിയാണ്. മൊത്തം 4 പ്രതികളെയാണ് വാഗമൺ പോലീസ് പ്രതി ചേർത്തിരുന്നത്. രാജേഷ്, ബെന്നി പെരുവന്താനം, അഗസ്റ്റിൻ എന്ന ഭുവനചന്ദ്രൻ, അതുപോലെ തന്നെ ഫൈസൽ വണ്ടിപ്പെരിയാർ സ്വദേശിയാണ്. ബെന്നി പെരുവന്താനം മുറിഞ്ഞുപുഴ സ്വദേശിയാണ്. അതുപോലെ തന്നെ രാജേഷും അഗസ്റ്റിനും തിരുവനന്തപുരം സ്വദേശികളാണ്. ഈ 2 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം. അതുപോലെ തന്നെ ഈ അഗസ്റ്റിൻ അല്ലെങ്കിൽ ഭുവനചന്ദ്രൻ എന്ന ആള് PSC ഉദ്യോഗസ്ഥൻ ചമഞ്ഞായിരുന്നു ഈ തട്ടിപ്പിന് കുട പിടിച്ചത്. അപ്പോൾ ഈ അഗസ്റ്റിൻ എന്ന ഭുവനചന്ദ്രൻ PSCയിലെ അംഗമാണോ, അതായത് PSC ഉദ്യോഗസ്ഥനാണോ എന്ന കാര്യം കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ PSC ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് വഴിമാറും. കാരണം സർക്കാർ രേഖകളൊക്കെ വ്യാജമായിട്ട് ചമയ്ക്കുന്നു. PSC ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു തട്ടിപ്പിൽ ഭാഗമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് തിരുവനന്തപുരത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. വാഗമൺ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 318(4), 336(3), 347(2), 3(5) സെക്ഷനുകൾ പ്രകാരം ചതി, ഗൂഢാലോചന, പണം തട്ടാൻ മനഃപൂർവ്വം ചതിക്കുക എന്നീ വകുപ്പുകൾ ചേർത്താണ് വാഗമൺ പോലീസ് കേസെടുത്തിരുന്നത്. അത് കഴിഞ്ഞ് 25-ാം തീയതി FIR ഇട്ടതാണ്. പക്ഷേ കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അതിന് പിന്നാലെയാണ് മാതൃഭൂമി ന്യൂസ് ഇന്നലെ വാർത്ത പുറത്തുവിട്ടതും ഇന്നലെ തന്നെ ജില്ലാ പോലീസ് മേധാവി നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വലിയ തട്ടിപ്പിന്റെ വാർത്തയിലാണ് ഇപ്പോൾ ആക്ഷൻ ഉണ്ടായി.